അനിമ ഹായ് നിരഞ്ജന. ബാക്കിലൊരു കയറട്ടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാമേ. ഓക്കെ. സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നലെ എനിക്ക് ആരോ ഒരാള് മെസ്സേജ് അയച്ചിരുന്നില്ലേ? ആരാണ്? ഞാനായിരുന്നു.
സോനിയല്ലേനോ? എനിക്ക് ആരാന്ന് ഓർമ്മയില്ല. കാരണം കുറെ പേര് മെസ്സേജ് അയക്കുന്നതിനുണ്ട്. എനിക്ക് ഈ ബാച്ച് ആണെന്ന് മാത്രം ഓർമ്മയുണ്ട്. ആരാന്ന് ഓർമ്മയില്ലേനു. അതാ ചോദിച്ചു. സ്ക്രീൻ ഷെയർ ചെയ്യ സോന, ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ. കാണാമോ? ഹലോ. കാണാം. 1 സെക്കൻഡ്. ഓക്കെ. ഓക്കെ, ജസ്റ്റ് നമ്മുടെ കഴ്സർ വെച്ച് എറർ എന്താ നോക്കട്ടെ. Type error conditions. Type error conditions include is not a function. Playwright. Valid sign up എടുത്തണം. എന്തോ? Valid sign up. ഓക്കെ. Constructor of page. എടാ ഒരു കാര്യം ചെയ്തേ, എന്റെ നോഡിന്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്തേ. നോഡ് സ്പേസ് ഹൈഫൻ വി ഒന്ന് ചെക്ക് ചെയ്യോ? ഹൈഫൻ വി. 22 അല്ലേ കാണിക്കുന്നേ? ഇത് നോഡിന്റെ ഇഷ്യൂ ആണ് കേട്ടോ, നീ ചെയ്തതിന്റെ കുഴപ്പല്ലേ. ഓക്കെ. അതാണ് എനിക്ക് മുന്നോട്ട് പോകാനേ പറ്റിയില്ല. എന്താന്ന് ഇത് കുഴപ്പമില്ല. നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമേ നോഡിന്റെ വേർഷൻ. ഓക്കെ. എടാ ക്രോമില് പോയിക്കേ. ക്രോമില് പോയിട്ട് നോഡ് JS സെർച്ച് ചെയ്യും കേട്ടോ. ഇതാണോ? താഴെ ടേബിൾ ഫോൺ ബാക്ക് പോ. ഓക്കെ. ഇത്ര ഉള്ളല്ലോ ഈ പേജ്. Get Node.js. Wait, version നോട്ടെ. V24 അല്ലേ? ഓക്കെ. വിൻഡോസ് MSI കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. I accept. Next. Add to path അവിടെ സെലക്ട് അല്ലേ ചെക്ക് ചെയ്തടാ. അതെ. will be installed on local hard drive ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തേ. നെക്സ്റ്റ് കൊടുത്തേ. അത് കൊടുക്കല്ലേ, നെക്സ്റ്റ് കൊടുത്തോ. കോഡിൽ ഇഷ്യൂ ഒന്നും കാണുന്നില്ല. നമുക്ക് നോഡൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ. ഇത് തന്നെ ഓക്കെ ആണോ കൊടുക്കണ്ടേ? ക്ലോസ് ആപ്പ്. ഓക്കെ കൊടുക്ക്. റീസ്റ്റാർട്ട് ചെയ്തോ, ആപ്പ് റീസ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ. ഇൻസ്റ്റാൾ ആവട്ടെ, ഫിനിഷ് കൊടുക്കണേ. ഇനി നമ്മുടെ VS കോഡ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യോ. നോഡിന്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്തേ. നോഡ് സ്പേസ് ഹൈഫൻ വി. ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നത്. ഇത് മാറിയല്ലോ. ഞാൻ ഓക്കെ.
ഓക്കെ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാ? നീമ, സുചിത്ര, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നോ? ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടെസ്റ്റ് കേസ് എഴുതിയാലോ? ഓക്കെ. ഞാൻ അയച്ച ടെസ്റ്റ് കേസിന്റെ ലിസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ചാറ്റിൽ ഇടുവോ? സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നിട്ട്. ആരാ ഷെയർ ചെയ്യുന്നടാ? ഓക്കെ, താങ്ക് യു സുചിത്ര. കാണാവോ? കാണാം. സോ വാലിഡ് ലോഗിൻ, ഇൻവാലിഡ് ലോഗിൻ. ഇവിടെ ഒരു കാര്യം പറയട്ടെ നീമ, വാലിഡ് ലോഗിനും ഇൻവാലിഡ് ലോഗിനും സെയിം സെറ്റ് ഓഫ് ലൊക്കേറ്റേഴ്സ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നേ? നമ്മളാകെ അവിടെ ഡിഫറൻസ് വരുന്നത് ആകെ എന്തിൽ മാത്രമാണ്? നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസിൽ മാത്രമാണ് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ലോഗിൻ ഡോട്ട് ജെ എസ് ഒറ്റ പേജ് മതി. മനസ്സിലായോ? ലോഗിൻ ഡോട്ട് ജെ എസ് ഒറ്റൊരു പേജ്, സെയിം പേജിലെ ഫങ്ഷൻസിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് രണ്ടിലേക്കും ഡാറ്റ പാസ് ചെയ്യാം. അപ്പൊ അവിടെ വാലിഡ് ലോഗിൻ പേജ് ഡോട്ട് ലോഗിൻ എന്നോട്ട് എഴുതിയിട്ടില്ലേ? നമ്പർ 7 ഇതേ സെയിം ക്ലാസ് സെയിം ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്താൽ മതി ഇൻവാലിഡ് ലോഗിനിലും. അവിടെ പാസ് ചെയ്യുന്ന പാരാമീറ്റർ ആയിട്ടുള്ള ഡാറ്റ മാത്രം മാറ്റുക. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ മാറ്റണോ? പിന്നെ മാറ്റിയാൽ മതി. ഞാൻ സജഷൻ പറഞ്ഞതാണ്, ഇത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്താൽ മതിയേ. കുഴപ്പമില്ല. ബിക്കോസ് പേജ് ഒബ്ജക്ട് മോഡലിന്റെ മോട്ടീവ് എന്താ? ഡൗട്ട് ചോദിച്ചോട്ടെ, അപ്പൊ നമ്മള് വാലിഡിന്റെ ഇൻവാലിഡിന്റെയും നമ്മള് ഒരു ഇതിനകത്ത് എഴുതണോ? വേണ്ട, ഡാറ്റ ഡ്രിവൻ സെപ്പറേറ്റ് നിർത്തിക്കോ. പാരാമീറ്ററൈസ്ഡും നോർമൽ ഡാറ്റ ഡ്രിവൻ ടെസ്റ്റിംഗ് ആയിട്ട് സെപ്പറേറ്റ് നിർത്തിക്കോ, അത് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പേജ് ഒബ്ജക്ട് മോഡൽ എന്തിനാ ചെയ്യുന്നത്? ആക്ച്വലി നമ്മുടെ ലൊക്കേറ്റേഴ്സിനെ ഐസൊലേറ്റ് ചെയ്യാനും റീയൂസ് ചെയ്യാനും അല്ലേ? അതെ. അപ്പൊ നമ്മൾ വാലിഡ് ലോഗിൻ ഇൻവാലിഡ് ലോഗിൻ എന്നിട്ട് സെപ്പറേറ്റ് പേജ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ അല്ലേ ചെയ്യുന്നേ?
ആ ഡ്യൂപ്ലിക്കേഷന്റെ ആവശ്യമില്ലല്ലോ. അതെ അതെ. മനസ്സിലായോ? നമ്മളവിടെ ഡാറ്റയെ നമ്മൾ പാസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ടെസ്റ്റ് എന്നാണ്. അപ്പോ ഡേറ്റ ഡ്രിവൺ ഉദ്ദേശിച്ചത് നമ്മള് ജസ്റ്റ് ഇവിടെ സെയിം വാല്യൂ കൊടുത്തിട്ടാണോ? എന്ന് വെച്ചാൽ പാരാമീറ്ററൈസ്ഡ് പോലെയല്ല, ജസ്റ്റ് ഇവിടെ തന്നെ എന്റെ യൂസർ നെയിമും പാസ്വേഡും എഴുതിയിട്ടാണോ? അല്ല, ഇപ്പൊ ചെയ്തേക്കുന്നത് കറക്റ്റാ. അത് പക്ഷെ രണ്ട് ഞാൻ ജേസണിലാണല്ലോ കൊടുത്തേക്കുന്നത്. ജേസണിൽ കൊടുത്തത് കറക്റ്റാ. പാരാമീറ്ററൈസ് ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിംഗും നോർമൽ ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിംഗ് ചെയ്തതും കറക്റ്റ് തന്നെയാണ്. ഇൻവാലിഡ് ലോഗിൻ എടുത്തേ. ഇൻവാലിഡ് ലോഗിൻ ഇത് അത് രണ്ടും ചെയ്ത് കറക്റ്റാ. രണ്ടിലും ഇഷ്യൂസ് ഇല്ല. അപ്പൊ ഒരു പേജിലേക്ക് തന്നെ രണ്ടും വരണ എങ്ങനെയാപ്പോ? അതായത് നോക്ക്, ഇവിടെ ലോഗിൻ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റൊരു പേജിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. രണ്ടിടത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ലൊക്കേറ്റേഴ്സിന് മാറ്റം ഉണ്ടോ? ഇല്ല, സെയിം ലൊക്കേറ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ രണ്ട് ക്ലാസ് ചെയ്ത ഡ്യൂപ്ലിക്കേഷൻ അല്ലേ, കോഡിന്റെ ഡ്യൂപ്ലിക്കേഷൻ അല്ലേ നമ്മൾ ചെയ്യുന്നേ. അതെ, മനസ്സിലായോ? അതായത് സെയിം തന്നെയാ യൂസ് ചെയ്യണേ. പാരാമീറ്റേഴ്സിലേക്ക് വരുന്ന വാല്യൂ അല്ലേ മാറുന്നുള്ളൂ. അപ്പൊ ഉദ്ദേശിച്ചത് ഞാൻ എല്ലാം കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഈ spec.js ഫയൽസ് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് വെച്ചോ, കുഴപ്പമില്ല. വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വെക്കാം, ഒരുമിച്ച് എഴുതണമെങ്കിൽ എഴുതാം, എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷെ പേജസിൽ ഒറ്റൊരു ലോഗിൻ പേജ് മതി. പേജസിനകത്ത്, അതായത് രണ്ടിലേക്കും സെയിം പേജ് തന്നെ മതി. ഇമ്പോർട്ട് ചെയ്തിട്ട് ആ സെയിം ക്ലാസ്സിലേക്ക് തന്നെ വിളിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ, ടെസ്റ്റ് കേസസിൽ ഒരിക്കലും console.log കൊടുക്കരുത് കേട്ടോ. ടെസ്റ്റ് കേസസ് ഓക്കെ. അപ്പൊ ഇത് കൊടുക്കരുത് ഇവിടെ? ഇല്ല, അത് കൊടുക്കരുത്. ബിക്കോസ് console.log എന്ന് പറയുന്നത് ഡെവലപ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ മെത്തേഡാണ്. ആസ് QS നമ്മൾ മാക്സിമം അത് കൊടുക്കരുത്. പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന അസേർഷൻസ് കൊടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും വെരിഫൈ ചെയ്യാനാണെങ്കിൽ എപ്പോഴും ടെസ്റ്റ് കേസ് ത്രൂവേ വെരിഫൈ ചെയ്യാവൂ. ഓക്കെ, അപ്പൊ ഇതല്ലേ ടെസ്റ്റ് കേസ്, ഇതല്ലേ ടെസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് console.log കൊടുക്കരുത്, പകരം എന്ത് കൊടുക്കണം? അസേർഷൻ കൊടുക്കണം. ഇപ്പോ എക്സ്പെക്ട് കറക്റ്റ്. ഇപ്പോ നിയമ എക്സ്പെക്ട് കൊടുത്തിട്ടില്ല എവിടെ? പേജ് ക്ലാസ്സിലല്ലേ? വാലിഡ് ലോഗിനിലും ഇൻവാലിഡ് ലോഗിനിലും അല്ലേ? ആ രണ്ടിനെയും ഏതിലേക്ക് കൊണ്ടുവരിക? അതായത് spec.js ഫയൽസിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായോ? വാലിഡ് login.js എക്സ്പെക്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ഈ എക്സ്പെക്ടിനെ എവിടേക്ക് കൊണ്ടുവരണം? spec.js ലേക്ക് എഴുതിയിട്ട് അതപ്പോ അവിടെ തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇല്ല. കറക്റ്റ് ആണോ? അതെ, കറക്റ്റ്. ഈ എക്സ്പെക്ട് നമ്മൾ ക്ലാസ്സിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. മറ്റേ spec.js ബാക്കിയുള്ള ലൊക്കേറ്റേഴ്സ് ഇല്ലേ, ബാക്കിയുള്ള ലൊക്കേറ്റേഴ്സിനെ മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഓക്കെ. എനിക്ക് ഈ ഡയലോഗ് പ്രോമിസ് അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഡയലോഗ് പ്രോമിസ് ആണോ? ഡയലോഗ് പ്രോമിസും സെയിം ആണോ? അല്ല, ഡയലോഗ് പ്രോമിസ് വെച്ചാൽ പോപ്പപ്സ്. നമ്മളിപ്പോ സൈനപ്പ് ക്ലിക്ക് ചെയ്യൂലേ? സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോ ആ സ്റ്റെപ്പ് ഞാൻ എഴുതിയില്ല. എനിക്ക് അത് എങ്ങനെ അത് ആക്സസ് ചെയ്യണ്ടേന്ന് അറിയില്ലായിരുന്നു. അതാ ഇപ്പൊ നീമ എഴുതിയേക്ക് നോക്കിയേ, ഡയലോഗ് പ്രോമിസ് ഡോട്ട് മെസ്സേജ്, ഇത്ര മതി. ഡയലോഗ് പ്രോമിസ് ഡോട്ട്. അപ്പൊ ഇത് എങ്ങനെ? ഓക്കെ, ഇത് എക്സ്പെക്റ്റിൽ കൊടുക്കണോ? എക്സ്പെക്റ്റിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതും അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഇത് ലോഗിൻ ആയി കഴിയുമ്പോൾ വെൽക്കം എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നുണ്ട്. വെൽക്കത്തിന് അസേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് URL വെച്ച് അസേർട്ട് ചെയ്യാം. അതായത് സക്സസ്ഫുള്ളി സൈനപ്പ് ആയി കഴിഞ്ഞാൽ വേറെ പേജിലേക്കൊന്നും പോകാനില്ല, സെയിം പേജിൽ തന്നെയാണ് നിൽക്കുന്നത്. സെയിം പേജ് തന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഞാൻ അങ്ങനെയാ ചെയ്തത്. മറ്റേ മതി, കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പക്ഷെ console.log നമുക്ക് ടെസ്റ്റിനകത്ത് എഴുതാൻ പാടില്ല.
കറക്റ്റ്. ഓക്കെ. പേജിലും ആക്ച്വലി അലൗഡ് അല്ല, പക്ഷെ പേജിൽ കൊടുത്താൽ നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും വെരിഫൈ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ പേജിൽ നമുക്ക് എന്താ പറയാ നമ്മുടെ ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാം. പക്ഷെ ഡെമോ സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, console.log ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഓക്കെ. നമ്മള് എന്താ ടെസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ അടുത്ത ടെസ്റ്റ് കേസ് ലാസ്റ്റ്. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ടെസ്റ്റ് കേസ് ഏതായിരുന്നു? ലോഗിൻ ചെയ്യുക, ഏതെങ്കിലും ഒരു റാൻഡം പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അല്ല, ടെസ്റ്റ് കേസ് നമ്പർ 6 ചെയ്തിട്ടില്ലല്ലോ. ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് ഇൻവാലിഡ് പാസ്വേഡ്. ഇൻവാലിഡ് അതും സെയിം ഇതിൽ തന്നെ ചെയ്താൽ മതി. സെയിം ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിംഗിൽ തന്നെ ചെയ്താൽ മതി. നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നില്ലേ ഇൻവാലിഡ് ലോഗിന്, അതിൽ തന്നെ പാസ് ചെയ്താൽ മതി. അപ്പൊ ഒരു പാരാമീറ്ററും കൂടി അതിനകത്ത് ആഡ് ചെയ്താൽ മതിയല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ ആക്ച്വലി 4 ടെസ്റ്റ് കേസ് എഴുതേണ്ട സ്ഥാനത്ത് ആ ഒറ്റ ടെസ്റ്റ് കേസ് അല്ലേ എഴുതിയത്. അപ്പോ ആക്ച്വലി എന്താ പറയാ, നിങ്ങള് എന്താ പറയാ 4 ടെസ്റ്റ് കേസ് എഴുതാനുള്ള എന്താ പറയാ റിസോഴ്സ് ടൈം ആണ് അവിടെ ആക്ച്വലി സേവ് ചെയ്തത്. മനസ്സിലായോ? ഇതെല്ലാം നമ്മളൊരു ഇന്റർവ്യൂവിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ആണ് എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യുമ്പോൾ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് എന്താണ്, റിസോഴ്സ് ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പ്ലസ് ആയിട്ടിരിക്കും. മനസ്സിലായോ? അതായത് ഓക്കെ, എന്റെ പ്രൊജക്റ്റിൽ ഞാൻ അങ്ങനെ പാരാമീറ്ററൈസ് ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഇൻവാലിഡ് ലോഗിനിന്റെ 3 സിനാരിയോസ് യൂസിങ് സിംഗിൾ ടെസ്റ്റ് കേസ് എനിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റി. ദിസ് എന്താ പറയാ ടൈം ടു റൈറ്റ് time to prepare 3 test cases was reduced and hence the resource time was saved. അത് ഒരു കമ്പനി പെർസ്പെക്റ്റീവില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം എന്താ പറയാ ടൈം റിസോഴ്സ് അതുപോലെ തന്നെ എന്താ പറയാ മറ്റുള്ള റിസോഴ്സസിനെ കുറച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ കോഡ് എഴുതാൻ പറ്റുമോ അത്രയും എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ എഴുതുന്ന കോഡ്. മനസ്സിലായോ? ഇനി sign abroad successful. ഇനി ഇനി ചെയ്തോളൂ. ഇൻവാലിഡ് ലോഗിൻ്റെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ടെസ്റ്റ് കേസ് ഏതാണ്? ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മൾ സെലക്ട് എ പ്രൊഡക്റ്റ്, ആഡ് ടു കാർട്ട്, ക്ലിക്ക് ഓക്കെ ഓൺ ദ പോപ്പപ്പ്. സോ അഗെയിൻ നമ്മളുടെ ഇതിലേക്ക് വന്നേ, നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വന്നേ. application demoblaze.com. ലോഗിൻ ചെയ്യാൻ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന സെയിം ക്രെഡൻഷ്യൽ വെച്ച് ലോഗിൻ ചെയ്യാമേ. കുറച്ച് ടൈം എടുക്കും അതിന് ലോഗിൻ ആവാനായിട്ട്. ഇതില് ഇപ്പൊ കറന്റ്ലി വന്നിട്ടുള്ള കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിയിൽ ഇഷ്ടമുള്ള ഒരു വാല്യൂ സെലക്ട് ചെയ്യാം. ഇപ്പൊ കറന്റ്ലി ലോഡ് ആയിട്ടുള്ളതിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഗാലക്സി S6 ഗാലക്സി S6 ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് സെലക്ട് ചെയ്തേ. ലിങ്ക് ആണോ ക്ലിക്ക് ചെയ്യേണ്ടത്? അതെ, ലിങ്ക് ആ ലിങ്ക് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അഗെയിൻ ഹോമിലേക്ക് പോവുക. അല്ല, അത് ആഡ് ടു കാർട്ട് കൊടുക്കണേ. സോറി ആഡ് ടു കാർട്ട് കൊടുത്തേ. ആഡ് ടു കാർട്ട് അവിടെ വരട്ടെ. ഓക്കെ, അത് ഓക്കെ കൊടുത്തേ. ഓക്കെ, അഗെയിൻ ഹോമിലേക്ക് പോവുക.
വേറൊരു പ്രൊഡക്റ്റും കൂടെ സെലക്ട് ചെയ്തിടുക. അതായത് 2 പ്രൊഡക്ട്സ് സെലക്ട് ചെയ്തിടണം അവിടെ. ഓക്കെ. നെക്സസ് 6. അഗെയിൻ ആഡ് ടു കാർട്ട് കൊടുക്കുക കേട്ടോ. ലോഡായി വരുമ്പോ ആഡ് ടു കാർട്ട്. ഓക്കെ കൊടുക്കുക. ഓക്കെ. ഇതിനെ കാർട്ടിലേക്ക് പോയിട്ട് ഈ ഹോമിൽ പോണോ? വേണ്ട, ഹോമിൽ പോണ്ട, ഇന്നലെ കാർട്ടിൽ പോവാം. ഇനി പ്ലേസ് ഓർഡർ കൊടുക്കുക. ഇപ്പൊ ഒന്നും കാണിക്കുന്നില്ലല്ലോ. ലോഡ് ആവട്ടെ. ഓക്കെ. കുറച്ച് സ്ലോനെസ് ഉള്ള സൈറ്റ് ആണ്. ലോഡായി ഇങ്ങോട്ട് എത്തട്ടെ. പ്ലേസ് ഓർഡർ. പ്ലേസ് ഓർഡർ. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. മന്ത് ഉള്ളി. ഓക്കെ. മന്ത് അന്നേരം ഏത്? എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് വാലിഡേഷൻസ് ഒന്നുമില്ല. എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നമ്പറിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എല്ലാം മാച്ച്. ഇയർ ഫ്യൂച്ചർ അല്ലേ? ഇനി ക്ലിക്ക് ഓക്കെ. ക്ലിക്ക്. ടെസ്റ്റ് കേസ് ക്ലിയർ ആണോ? രണ്ട് പ്രൊഡക്ട്സ് ആഡ് ചെയ്യണം. 2 പ്രൊഡക്ട്സ് ആഡ് ചെയ്യണം. കറക്റ്റ്. ഓക്കെ. നിങ്ങൾ ഇത് ചെയ്ത ശേഷം ഞാൻ എന്തുകൊണ്ടാണ് പറയാം നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് ചെയ്യിക്കുന്നത്. നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഓക്കെ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക സിമ്പിൾ ടെസ്റ്റ് കേസ് ആണെന്ന് തോന്നരുത്. ഇങ്ങനെ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ ലൈക്ക് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസിലെ ടെസ്റ്റ് കേസസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഉള്ള കൈൻഡ് ഓഫ് ടെസ്റ്റ് കേസ് എഴുതിക്കുന്നത്. ഓക്കെ. ഇപ്പൊ കാറ്റഗറി വൈസ് നമുക്ക് പോണെങ്കിലും അങ്ങനെ എഴുതാം. അത് നമുക്ക് നെക്സ്റ്റ് ടെസ്റ്റ് കേസ് ആയിട്ട് എഴുതാം. ഓക്കെ. ഓക്കെ. ഇതിപ്പോ ഓരോ പേജും അന്ന് ചെയ്ത മാതിരി ഓരോ അതായത് ഓൾറെഡി ലോഗിന്റെ പേജ് ഉണ്ട്. അപ്പൊ ആ ലോഗിന്റെ സെയിം പേജ് കൂടെ നമുക്ക് റീയൂസ് ചെയ്യാം. അത് നമ്മൾ റീയൂസ് ചെയ്യത്തല്ലേ ഉള്ളൂ, ഇനി ക്രിയേറ്റ് ചെയ്തില്ലല്ലോ. ഇല്ല, ഇനി ക്രിയേറ്റ് ചെയ്യത്തില്ല. ലോഗിൻ ചെയ്ത ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം, പർച്ചേസ് എന്ന് പറഞ്ഞിട്ടൊരു JS ഫയൽ ക്രിയേറ്റ് ചെയ്യാം. പേജസിൽ പേജ് ഒബ്ജക്ട് മോഡൽ ആക്കുമ്പോൾ എന്ത് ചെയ്യാം, പർച്ചേസ് അല്ലെങ്കിൽ പർച്ചേസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു JS ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ് ആഡ് ടു കാർട്ട് കൊടുക്കുന്നത്, പിന്നെ ഒരു പോപ്പപ്പിൽ ഓക്കെ പ്രസ് ചെയ്യുന്നതെല്ലാം ഏതിൽ കൊടുക്കാം, ആ സ്പെസിഫിക് ആയിട്ടുള്ള പർച്ചേസ് പ്രൊഡക്റ്റ് JSലേക്ക് ആയിട്ട് കൊടുക്കാം. ചെക്ക്ഔട്ട് അഗെയിൻ എന്ത് ചെയ്യാം, അടുത്തൊരു പേജ് ആയിട്ട് സെറ്റ് ചെയ്യാം. പ്ലേസ് ഓർഡർ കഴിഞ്ഞിട്ട് വരുന്ന ഡീറ്റെയിൽസ് കുറെ ഫില്ല് ചെയ്യാനില്ലേ, അതെല്ലാം അടുത്തൊരു ടെസ്റ്റ് കേസ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മളെല്ലാം എഴുതുന്നത് ഈ ഒരു .js ഫയലിലല്ലേ? ഏത്? അല്ലല്ല, spec.js ഇനി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, purchase.spec.js എന്ന് പറഞ്ഞിട്ട്. ഇത് വേറൊരു പേജിലല്ലേ നിങ്ങൾ ചെയ്യുന്നത്, അതായത് നിങ്ങൾ ഇത് കൈൻഡ് ഓഫ് എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസ് അല്ലേ എഴുതുന്നത്. അപ്പൊ വാലിഡ് ലോഗിന്റെ സെയിം പേജിൽ എഴുതാൻ പാടില്ല. അല്ല, അപ്പൊ നമ്മൾ സ്വാഗിനകത്ത് എല്ലാം ഒരു ഇതിനകത്തല്ലായിരുന്നു എഴുതിയത് എന്നുവെച്ചാ. അതായത് എന്തുകൊണ്ടാ അറിയോ, ഞാൻ കാര്യം പറഞ്ഞുതരാം. ആ പറയുന്ന പോലെ എഴുതുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മളിത് ചെയ്ത പ്രൊജക്റ്റ് ആണ് എന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളത് മെയിൻറ്റെയിനബിൾ ആയിട്ടാണോ നമ്മൾ കോഡ് എഴുതുന്നത്, അതുപോലെ റീഡബിൾ ആണോ എന്ന് നോക്കും. ഒന്ന് നോക്കിക്കേ. ഇപ്പൊ നമ്മുടെ ഫോണ് നമ്മൾ ഇനി എഴുതുന്നൊരു 4 ടെസ്റ്റ് കേസ് ഒരുമിച്ച് ഒറ്റൊരു ഫയലിന്റെ അകത്ത് എഴുതിയെന്ന് വിചാരിച്ചോ. അതായത് നമ്മുടെ ലോഗിൻ തൊട്ട് എല്ലാം നമ്മൾ സിംഗിൾ പേജിൽ എഴുതിയാലും സാധനം വർക്കാവും. പക്ഷെ ഇതിനൊരു എന്താ പറയാ കമ്പനി പെർസ്പെക്റ്റീവ് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ ലേറ്റർ പോയിന്റില് എനിക്കിപ്പോ അതില്
അപ്പൊ അതില് ഫോൺ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന മാത്രമായിട്ടേക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പർച്ചേസിന്റെ ടെസ്റ്റ് കേസ് മാത്രമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഏതർ എനിക്ക് എന്ത് ചെയ്യാം, ടാഗിങ് യൂസ് ചെയ്യാം. ടാഗിങ് യൂസ് ചെയ്താലും എന്റെ സിസ്റ്റം, എന്റെ കോഡ് റീഡബിൾ ആവുന്നുണ്ടോ അവിടെ? പെട്ടെന്ന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുമോ? പർച്ചേസിന്റെ ഏതാണ്, ലോഗിന്റെ ഏതാണ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന്? ബുദ്ധിമുട്ടല്ലേ? അതായത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു 10 ടെസ്റ്റ് കേസിന്റെ കാര്യമാണ്. ഈ 10 ടെസ്റ്റ് കേസിനെ വെച്ച് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ? എനിക്ക് എത്ര ടെസ്റ്റ് കേസ് തന്നാലും ഞാൻ ഏത് രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നതെന്നാണ്, അല്ലെ? അപ്പോ ഇത് 10 ടെസ്റ്റ് കേസ് ആവുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് അങ്ങനെ അറിയില്ല. ഇതൊരു 30 or 40 ടെസ്റ്റ് കേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സിംഗിൾ സ്പെക്.js നമ്മൾ എല്ലാം എഴുതിപ്പോയി. കോഡ് വർക്ക് ചെയ്യാത്ത പ്രശ്നമില്ല. ടാഗിങ് യൂസ് ചെയ്ത് നമുക്ക് ബാക്കിയെല്ലാം മാനേജ് ചെയ്യാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എഴുതിയാല് ഒരു ലേറ്റർ പോയിന്റില് ഇതിന്റെ അകത്തുനിന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോഡ് മാത്രം കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? അതിന് പകരം ലോഗിന്റേതിനെല്ലാം ഒരു ഫയല്, login.spec.js എന്ന് പറഞ്ഞൊരു ഫയല്, പർച്ചേസിന്റേതിനെല്ലാം purchase.spec.js അങ്ങനെ കീപ്പ് ചെയ്താൽ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം എനിക്ക് ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റത്തില്ലേ? എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഉണ്ടല്ലോ, നമ്മൾ എൻഡ് ടു എൻഡ് പെർഫോം ചെയ്യുമ്പോൾ ഓരോ ഫയലും പിന്നെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റൺ ചെയ്യണ്ടേ? ഇല്ല, വേണ്ട. നമ്മുടെ എൻഡ് ടു എൻഡ് ടെസ്റ്റ് കേസ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതപ്പോ എങ്ങനെയാ spec.js ഡിഫറെന്റ് എഴുതി വെക്കുമ്പോ? അല്ല, അതായത് purchase.spec.js എന്നിട്ടുള്ള ഒരു ഫയല്, ആ ഫയലിൽ നമ്മളുടെ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റ് കേസസും. അതെ, പക്ഷെ അതിനകത്ത് ലോഗിനും വേണ്ടേ? എൻഡ് ടു എൻഡ് ചെയ്യുമ്പോൾ ലോഗിൻ വേണ്ടേ? അത് നമ്മൾ റെപ്ലിക്കേഷൻ സ്റ്റെപ്സിലല്ലേ വരുന്നേ? എന്തോ റെപ്ലിക്കേഷൻ സ്റ്റെപ്സിലല്ലേ വരുന്നേ ലോഗിൻ, അല്ലാതെ സെപ്പറേറ്റ് ടെസ്റ്റ് കേസ് ആയിട്ടല്ലല്ലോ. മനസ്സിലായോ നീ? അതായത് നീ ഇപ്പൊ ഇവിടെ നമ്മളിവിടെ ലോഗിൻ ഇംപ്ലിമെന്റ് ചെയ്യണം. ആ ലോഗിൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾക്ക് ലോഗിൻ എന്ന് പറയുന്നത് അവിടെ സെപ്പറേറ്റ് ടെസ്റ്റ് കേസ് അല്ലല്ലോ, പകരം എന്റെ ടെസ്റ്റ് കേസിന്റെ ഒരു പാർട്ടല്ലേ? അതെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി എന്റെ കയ്യിൽ ലോഗിന്റെ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു പേജ് ക്ലാസ് ഉണ്ട്. ആ പേജ് ക്ലാസ്സിനെ റീയൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എന്റെ ലോഗിൻ പെർഫോം ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. വാലിഡ് ലോഗിൻ പെർഫോം ചെയ്യാം. നമ്മുടെ ഇതേ കോഡ്, ഈ വാലിഡ് ലോഗിന്റെ ഇതേ കോഡ് യൂസ് ചെയ്ത് എനിക്ക് പെർഫോം ചെയ്തൂടെ? ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് purchase.spec.js എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഈ ടെസ്റ്റ് കേസ് എഴുതി തുടങ്ങുമ്പോ ഞാൻ ഈ സെയിം കോഡ് ഈ ലോഗിനിന്ന് കോപ്പി ചെയ്ത് അവിടെ കൊണ്ടുപോയിടാം. ഉപയോഗിക്കുന്നാണോ പറയണേ? ഉപയോഗിക്കാം. അത് എൻഡ് ടു എൻഡ് ആയിട്ട് എഴുതുമെന്ന്. പക്ഷെ അന്നേരം നിരഞ്ജന പറഞ്ഞില്ലായിരുന്നോ, ഡിഫറെന്റ് ഇപ്പൊ ആർട്ട് ടു കാർട്ട് വേറെ spec.js എഴുതണം. വേറെ JS ഫയല്, spec.js അല്ല, പേജസിലെ JS ഫയലാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പർച്ചേസിനകത്താണോ എൻഡ് ടു എൻഡ് എല്ലാം എഴുതുന്നത്? അതായത് ഒരു spec.js ഫയല് purchase.spec.js. ഓക്കെ, അതിലേക്ക് വരുന്ന കോമ്പോണൻസ് ഏതൊക്കെയാ? ലോഗിൻ, ആഡ് ടു കാർട്ട്, പർച്ചേസ്, അല്ലെ? 3 കാര്യങ്ങള്. ലോഗിൻ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. അതെ. നമുക്കിനി 2 JS ഫയൽസ് വേണം. ഏതൊക്കെയാ? ആഡ് ടു കാർട്ട് വേണം, പിന്നെ പർച്ചേസ് പ്രൊഡക്റ്റ് വേണം. പർച്ചേസ് പ്രൊഡക്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു spec.js നമ്മൾ എഴുതാൻ പോണേ. അതാ എന്റെ കൺഫ്യൂഷൻ വന്നത്. അതാ spec.js എഴുതാൻ പോണേ. ഒറ്റ സിംഗിൾ spec.js, ഇനി ഒറ്റൊരു spec.js ക്രിയേറ്റ് ചെയ്ത purchase.spec.js. അപ്പൊ ആ ടെസ്റ്റിനകത്ത്, ആ spec.jsനകത്തെ ടെസ്റ്റിനകത്താണ് നമ്മൾ എല്ലാ എൻഡ് ടു എൻഡ് ടെസ്റ്റും എഴുതുന്നേ. ആ spec.jsന്റെ അകത്ത് നമുക്ക് എത്ര ടെസ്റ്റുകൾ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അതിൽ നമുക്ക് നമ്മുടെ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഇനി അങ്ങോട്ട് എഴുതാൻ പോകുന്ന 4 ടെസ്റ്റ് കേസ് നമുക്ക് അതിൽ എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് ഒബ്ജക്റ്റ് ഇല്ലേ,
അത് മാത്രം ഡിഫറെന്റ് ആണ്. അത് മാത്രം ഡിഫറെന്റ് ആക്കിയത്. കാരണം എന്താന്ന് വെച്ചാല് ഇനി എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ ഈ പറയുന്ന പർച്ചേസ് പേജിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ നമുക്ക് ആ പർച്ചേസ് ജേഴ്സ് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, അപ്പൊ എഴുതി തുടങ്ങിക്കോ. പർച്ചേസ് പെഗ് ജേഴ്സ് എഴുതി തുടങ്ങിക്കോ. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സുചിത്ര, സോന, ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേടാ സോന? അതെ. ഓക്കെ. ഒരു ടെസ്റ്റ് കേസ് ഡിഫറെന്റ് ടെസ്റ്റ് കേസ് ആയിട്ട് എഴുതാൻ പാടില്ലേ? ടെസ്റ്റ് അടുത്ത ടെസ്റ്റ് ആയിട്ട് ഞാൻ തുടങ്ങിയിട്ട്. അതെ. ആ വാലിഡ് ലോഗിൻ ടെസ്റ്റ് കോപ്പി ചെയ്തില്ലേ? ആ വാലിഡ് ലോഗിൻ ടെസ്റ്റിന്റെ ഇത് മാറ്റുക, ടൈറ്റിൽ മാറ്റുക. അത് ഡിഫറെന്റ് ആയിരുന്നു. അത് ഡിഫറെന്റ് ആണ്, അത് മാറ്റിയേ. വാലിഡ് ലോഗിൻ ടെസ്റ്റിന് പകരം അവിടെ എന്ത് കൊടുക്കുക? പർച്ചേസ് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുക. അവിടെ പർച്ചേസ് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എൻഡ് ടു എൻഡ് ടെസ്റ്റ് കേസ് എഴുതിയില്ലേ, അതേപോലെ ഇതിലെഴുതുക. സെയിം ഇതിനകത്ത് തന്നെ. കറക്റ്റ്. സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്തണ്ട. എന്ത് ചെയ്യുക? പർച്ചേസ് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് കൊണ്ട് സിംഗിൾ ടെസ്റ്റ് കേസിൽ എന്ത് ചെയ്യുക? ഞാനിപ്പോ പറഞ്ഞ എൻറ്റയർ ടെസ്റ്റ് കേസ് ചെയ്ത. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ.
ഞാൻ ഫോൺ സൈലന്റ് ആയിരുന്നു കണ്ടില്ല. പിന്നെ എനിക്ക് അപ്പത്തെ ഓഫീസ് ഫോൺ വന്ന് അപ്പൊ ഞാൻ പിന്നെ ലിഫ്റ്റ് കയറി നോക്കുമ്പോഴാണ് സിസ്റ്റം സ്റ്റക്ക് ആണ്. ഞാൻ ഓക്കെ. ഡ്രോപ്പ് ചെയ്തിട്ട് ഷുവർ. സുചിത്രയ്ക്കും സോനിക്കും ചെയ്യാൻ പറ്റുന്നില്ല? ഉണ്ട്.
ഓക്കെ. ഇതേപോലെ നാളേക്ക് വരുമ്പോ ഈ ടെസ്റ്റ് കേസ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൽ തന്നെ മോണിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ? ആ മോണിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും സിംഗിൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, കാറ്റഗറീസിലെ മോണിറ്റേഴ്സ് ആണോ? ആ കാറ്റഗറീസിലെ മോണിറ്റേഴ്സ് അതന്നെ. കാറ്റഗറീസിൽ ഫോൺ, ലാപ്ടോപ്പ്, മോണിറ്റർ 3 ഓപ്ഷൻസ് ഉണ്ട്. അതില് മോണിറ്റർ സെലക്ട് ചെയ്യണേ. ഓക്കെ. ഓക്കെ, ഈ 2 ടെസ്റ്റ് കേസ് നാളേക്ക് കംപ്ലീറ്റ് ചെയ്യണേ. സെക്കൻഡ് പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് പറയാവോന്നെ? പറയാം. അതായത് നമ്മളിപ്പോ ജസ്റ്റ് രണ്ട് ഫോണല്ലേ ആഡ് ചെയ്തത്. അതെ. ഇതുപോലെ എന്ത് ചെയ്യാ, അതില് കാറ്റഗറീസിൽ മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അതില് മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാ, ഏതെങ്കിലും ഒരു മോണിറ്റർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള ഒരു മോണിറ്റർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക, പർച്ചേസ് ചെയ്യുക. ഓക്കെ, അത് എൻഡ് ടു എൻഡ് അല്ലേ? എൻഡ് ടു എൻഡ് തന്നെ നമ്മുടെ പർച്ചേസ് പേജസിൽ തന്നെ എഴുതിയാൽ മതി. നിങ്ങൾ വൺസ് ഇതിന്റെ പേജ് ഒബ്ജക്ട് മോഡൽ കംപ്ലീറ്റ് ചെയ്താൽ ഈസി ആയിട്ട് മറ്റേതും ചെയ്യാൻ പറ്റും. ഓക്കെ, കോമൺ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് വരുന്നത്. ആകെയുള്ള അഡീഷണൽ ചേഞ്ച് വരുന്നതാകെ മോണിറ്റർ ക്ലിക്ക് ചെയ്യുന്നതും പിന്നെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നതും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇതിന് മുന്നേ ചെയ്ത സെയിം സ്റ്റെപ്സ് അല്ലേ? ഓക്കെ, മനസ്സിലായി. സോ ഇത് രണ്ടും നാളേക്ക് കംപ്ലീറ്റ് ചെയ്യണേ. ഓക്കെ. ഓക്കെ, താങ്ക് യു ഗൈസ്. ചെയ്തിട്ട് വരണേ. താങ്ക് യു. ബൈ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സ്ട്രക്ക് ആവുന്നുണ്ടെങ്കിൽ എന്നോട് പറയൂ കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ. ബൈ.